പ്രിയമുള്ളവരെ, എല്ലാവർക്കും എൻ മീഡിയയിലേക്ക് ഒരിക്കൽ കൂടി ഹാർദമായ സ്വാഗതം. രണ്ടു രാഹുലന്മാർ നമ്മുടെ രാജ്യത്തിൻ്റെ പ്രതീക്ഷയാകുന്നുണ്ട്. ഒന്ന്, ജനാധിപത്യവും മതേതരത്വവും വീണ്ടെടുക്കുവാൻ വേണ്ടി രാഹുൽ ഗാന്ധി നടത്തുന്ന പോരാട്ടങ്ങൾ. മറ്റൊന്ന്, നമ്മുടെ സ്വന്തം രാഹുൽ ഈശ്വറാണ്. രണ്ടുപേരും കഴിഞ്ഞ കാലങ്ങളിലേക്കാൾ കൂടുതൽ പക്വത പ്രകടിപ്പിക്കുന്നുണ്ട് കാര്യങ്ങളിലൊക്കെ. രണ്ടുപേരും പ്രതീക്ഷയാവുകയാണ്. ഞാൻ രാഹുൽ ഈശ്വറിൻ്റെ ചില യൂട്യൂബ് വീഡിയോകൾ കാണുന്നതിനിടയായി. സനാതന ഹിന്ദുധർമ്മം വിശ്വസിക്കുന്ന വലതുപക്ഷ ഹിന്ദു ഫാമിലി പിറന്നു വീണ അദ്ദേഹത്തിൻ്റെ ചില സംവാദങ്ങളും പ്രസംഗങ്ങളും വിലയിരുത്തലുകളൊക്കെ ഇസ്ലാം മതത്തിൽ വിശ്വസിക്കുന്ന എന്നെപ്പോലുള്ളവർക്ക് വളരെ മാർഗദർശനം നൽകുന്നതാണ്. അദ്ദേഹത്തിൻ്റെ ഒരു പദപ്രയോഗം തന്നെയുണ്ട്, സർവ്വമത വിശ്വാസിയാണ് ഞാൻ താനെന്ന്. അദ്ദേഹം പകർന്നു നൽകുന്ന ഒരു പുതിയ പദം, അത് നമുക്ക് കേരളത്തിലൊക്കെ പ്രായോഗികമാക്കാവുന്ന ഒരു പദം തന്നെയാണ്. കാരണം ഞാനും അങ്ങനെ വിശ്വസിക്കുന്ന ഒരാളാണ്. ബേസിക്കലി ഒരു ഇസ്ലാം മത ഫാമിലിയിൽ പിറന്നു വീണുവെങ്കിലും ഹിന്ദുമതത്തിൻ്റെ മൂല്യങ്ങളും ക്രൈസ്തവ മതത്തിൻ്റെ മൂല്യങ്ങളുമൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരാളെന്ന രീതിയിൽ, പ്രത്യേകിച്ച് ഞാൻ ഹിന്ദുമതത്തിൻ്റെ ഒരു മരണാനന്തര ജീവിതത്തിൽ ഹിന്ദുമതത്തിൻ്റെ കൺസെപ്റ്റാണ് ഏറ്റവും ഉദാത്തം എന്ന് വിശ്വസിക്കുന്നുണ്ട്. കാരണം അതിൻ്റെ വിശ്വാസമനുസരിച്ച് നന്മ ചെയ്യുന്ന ആളുകൾ പരബ്രഹ്മത്തിൽ ലയിക്കുകയാണ്. അതിനപ്പുറം ഒരു മോക്ഷം സങ്കല്പമില്ല. പരബ്രഹ്മം സാക്ഷാൽ ദൈവത്തിൽ ലയിക്കുന്നതിലപ്പുറം ഒരു മോക്ഷമില്ല എന്നത് സത്യം തന്നെയാണ്. പക്ഷെ ഞാൻ ആ ജീവിതത്തിൻ്റെ ഇടവേളകളിൽ ആ മോക്ഷത്തിലെത്താനുള്ള മാർഗത്തിൽ അതിൽ ഇസ്ലാം വിഭാവനം ചെയ്യുന്ന കാര്യങ്ങളാണ് കുറച്ചുകൂടി നല്ലതെന്ന് വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ ക്രിസ്തു മതത്തിൻ്റെതായ ചില തത്വങ്ങളിലും സത്യമുണ്ടെന്ന് വിശ്വസിക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ രാജ്യത്ത്, ഈ ലോകത്ത് മതങ്ങളെല്ലാം അതിൻ്റെ മൂല്യങ്ങളിൽ തന്നെ നിലനിന്ന് പോകണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. പ്രത്യേകിച്ചും ശബരിമല വിവാദമുണ്ടായപ്പോൾ, അവിടെ സ്ത്രീകളെ പ്രവേശിപ്പിക്കണമെന്ന കോടതി തീരുമാനമുണ്ടായപ്പോൾ, അങ്ങനെ ആവരുതേ, അവിടെ സ്ത്രീകളെ പ്രവേശിപ്പിക്കരുത്, അത് ഹൈന്ദവ മതവിശ്വാസങ്ങൾക്കെതിരാകും എന്ന് വിശ്വസിച്ച അനേകം മുസ്ലിം സമുദായങ്ങളിൽ ഒരാളാണ് ഞാൻ. കിഴക്കൻ യൂറോപ്പിൽ അരാജകത്വവും കമ്മ്യൂണിസവുമൊക്കെ മുട്ടടക്കി വീണ് അവിടെ ക്രൈസ്തവ മതവിശ്വാസം പുനഃസ്ഥാപിക്കണം എന്ന് വിശ്വസിക്കുന്ന ക്രൈസ്തവ മതവിശ്വാസം തിരിച്ചു വരണമെന്ന് ആഗ്രഹിക്കുന്ന, യൂറോപ്പിൽ തിരിച്ചു വരണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു സർവ്വമത വിശ്വാസിയാണ് ഞാൻ. അതുകൊണ്ട് തന്നെ രാഹുൽ ഈശ്വർ വിഭാവനം ചെയ്യുന്ന സർവ്വമത വിശ്വാസത്തോട് എനിക്ക് വല്ലാത്ത ഒരടുപ്പമുണ്ട്. കാരണം മതങ്ങൾ നമ്മൾ പഠിക്കുമ്പോൾ മതങ്ങളിൽ വൈരുദ്ധ്യങ്ങളുണ്ടാകാറുണ്ട്. മതം ഒരിക്കലും നമ്മുടെ യുക്തി കൊണ്ട് ചിന്തിച്ച് നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല. നമ്മുടെ ഹൃദയത്തിൽ ആവാഹിച്ച് വിശ്വസിക്കണമെന്നാണ് പറയുന്നത്. നമ്മുടെ യുക്തിക്ക് നിരക്കാത്ത ഒരുപാട് സംഗതികൾ മതങ്ങളിലുണ്ട്. അത് എല്ലാ മതങ്ങളിലുമുണ്ട്. പക്ഷേ മതങ്ങൾ ഇവിടെ നിലനിൽക്കേണ്ടതുണ്ട്. മതങ്ങൾ നഷ്ടപ്പെട്ടു പോയപ്പോൾ മതവിമുക്തമായ യൂറോപ്പിലൊക്കെ സംഭവിച്ച അരാജകത്വം നമുക്കറിയാവുന്നതാണ്. ഹിപ്പിസം, അതുപോലുള്ള ഡ്രഗ്സിൻ്റെയും ലൈംഗിക അരാജകത്വത്തിൻ്റെയും കാലഘട്ടം. അത് മടങ്ങി വരാതിരിക്കണം. അതൊന്നും സമൂഹത്തിൽ സംഭവിക്കാൻ പാടില്ലെങ്കിൽ മതങ്ങൾ നിലനിൽക്കേണ്ടതുണ്ട്. അത് ഇസ്ലാം മതമായാലും ക്രിസ്തു മതമായാലും ഹൈന്ദവ മതമായാലും എല്ലാ മതങ്ങൾക്കും അതിൻ്റേതായ മൂല്യങ്ങളുണ്ടെന്ന് വിശ്വസിക്കുകയാണ് ഞാൻ. അതുകൊണ്ട് തന്നെ ആരിഫ് ഹുസൈൻ എന്ന എത്തിസ്റ്റിനെ, നിരീശ്വരവാദിയെ രാഹുൽ ഈശ്വർ എന്ന സനാതന ഹിന്ദു പരാജയപ്പെടുത്തുമ്പോൾ വല്ലാത്തൊരാശ്വാസവും ആഹ്ലാദവും തോന്നാറുണ്ട്. അദ്ദേഹത്തോട് ഈ അവസരത്തിൽ ഞാൻ നന്ദി രേഖപ്പെടുത്തുകയാണ്. നന്ദി രാഹുൽ ഈശ്വർ.